വീണ്ടും തളിർത്തു എന്ന കഥയുടെ തുടർഭാഗം. അർപ്പിതനെ അന്വേഷിച്ച് ഞാനും നിതിനും അവൻ്റെ വീടിൻ്റെ അടുത്തെത്തി. വീട് പൂട്ടിക്കിടക്കുന്നു. ആളും അനക്കവുമില്ലാത്ത വീട്. നിതിൻ പറഞ്ഞു, ടീച്ചർ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. പെട്ടെന്ന് അയൽപക്കത്തെ ഒരു വല്യമ്മ ഇറങ്ങി വന്നു. ആരാ, എന്തു വേണം? ഇത് അർപ്പിതൻ്റെ വീടല്ലേ? അതെ. ആരാ? അവർ വീണ്ടും ചോദിച്ചു. ഞാൻ അവനെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഇവിടെ ആരുമില്ലേ? ഉണ്ട്, അവൻ്റെ അമ്മയുണ്ട്. പൂട്ടിയിട്ടിരിക്കുന്നതോ? അവർ മടിക്കൂത്തിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു മുറിയും അടുക്കളയെന്ന് പറയാനൊന്നുമില്ലാത്ത ഒരു വീട്. അകത്തേക്ക് കടന്നപ്പോൾ കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്ന ഒരു സ്ത്രീ. വല്യമ്മ അവരെ വിളിച്ചു. ആരതി, ഇതാരാ വന്നതെന്ന് നോക്കൂ. നിൻ്റെ മകൻ്റെ ടീച്ചറാ. അവർ കണ്ണുകൾ വലിച്ചു തുറന്നു എൻ്റെ നേരെ നോക്കി ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ അവർ കരയുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് ദയനീയമായിരുന്നു അവരുടെ രൂപം. മെലിഞ്ഞ് ഉണങ്ങി അസ്ഥിയോടൊട്ടിയ തൊലി, എല്ലാ പ്രതീക്ഷയും അറ്റ കണ്ണുകൾ. അത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വല്ലാത്ത വേദന തോന്നി. മോൻ ജോലിക്ക് പോയിരിക്കുക, വരുമ്പോൾ വൈകും. ഞാൻ ആ വീട്ടിലേക്ക് മൊത്തത്തിൽ നോക്കി. തീരെ ചെറുതാണെങ്കിലും എല്ലാം വൃത്തിയാക്കി ഒതുക്കി വെച്ചിരിക്കുന്നു. ഞാൻ നോക്കുന്നത് കണ്ട് ആരതി പറഞ്ഞു, മോൻ പോകുന്നതിന് മുൻപ് പറ്റുന്ന ജോലിയൊക്കെ ചെയ്തിട്ടേ പോവൂ. മരണം കാത്തു കിടക്കുന്ന എന്നെക്കൊണ്ട് അവന് യാതൊരു ഗുണവും ജനിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. അധിക നേരം അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. അവരോട് യാത്രയും പറഞ്ഞിറങ്ങുമ്പോൾ വല്യമ്മയോട് ചോദിച്ചു, ഇവർക്ക് എന്താണ് അസുഖം? അപ്പു ജനിച്ച് 1 മാസമായപ്പോൾ ആരതിക്കൊരു പനി വന്നു. പനി കുറഞ്ഞു, പക്ഷേ പിന്നെ ആരതി എഴുന്നേറ്റിട്ടില്ല. തളർന്നുപോയി. അപ്പുവിൻ്റെ അച്ഛൻ ഒരുപാട് ചികിത്സിച്ചു, ഒരു മാറ്റവും ഉണ്ടായില്ല. എങ്ങനെ ഇരുന്ന കുട്ടിയാണെന്നറിയാമോ? ഇവിടെങ്ങും അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണില്ലായിരുന്നു. ആരും ഒന്ന് നോക്കും, അതുപോലെ ഇരുന്നതാ. ഞാൻ ചോദിച്ചു, അപ്പുവിൻ്റെ അച്ഛൻ എവിടെ? മുരളി, അതായിരുന്നു അവൻ്റെ പേര്. മരിച്ചിട്ടിപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഒരു ആക്സിഡൻറ്റിൽ ആയിരുന്നു. അയാൾ ജീവിച്ചിരുന്നപ്പോൾ എത്ര നന്നായി നോക്കിയിരുന്നെന്നോ ഈ കുടുംബം. അപ്പുവിനെയും ആരതിയെയും പൊന്നുപോലെയാണ് നോക്കിയിരുന്നത്. എല്ലാം കഴിഞ്ഞില്ലേ? ഇന്ന് കഴിയണമെങ്കിൽ ആ കുഞ്ഞ് പണിക്ക് പോകണം. അതും കഴിഞ്ഞാൽ അവൻ സ്കൂളിൽ വരുന്നത്. അതുകൊണ്ട് കഷ്ടിച്ചാണ് കഴിഞ്ഞുകൂടുന്നത്. തന്നെ അമ്മയുടെ കാര്യവും വീട്ടുകാര്യങ്ങളും നോക്കാനൊന്നും തികയത്തില്ല അവന് കിട്ടുന്നത് കൊണ്ട്. ഒരു ദിവസം പോയില്ലെങ്കിൽ പിറ്റേ ദിവസം പട്ടിണിയാ. പാവം കുഞ്ഞ്. ഇന്ന് എവിടെയാ പോയത്? ഞാൻ ചോദിച്ചു. കുഞ്ഞ് കണ്ടില്ലേ, കയറി വരുന്ന വഴി തടി കയറ്റുന്നത്. അവിടെ അവൻ എവിടെയെങ്കിലും പോകുമ്പോൾ പുറത്തു നിന്ന് വീട് പൂട്ടി താക്കോൽ എൻ്റെ കയ്യിൽ തരും. അവൻ വരുന്നവരെ അവൻ്റെ അമ്മയെ ഞാൻ നോക്കണം. തടി കയറ്റാനുള്ള ആരോഗ്യമൊന്നും അവനില്ല. പണ്ടവൻ്റെ അച്ഛൻ ആ തൊഴിൽ ചെയ്തിരുന്നു. ആ സ്നേഹം വെച്ച് അവർ ഇവനെ വിളിച്ച് ഒരു സഹായമാകട്ടെ എന്നോർത്ത് നിർത്തിയിരിക്കുന്നതാ. പിന്നെ അവസ്ഥയോർത്ത് ചുമട്ടുതൊഴിലാളികൾ സഹായിക്കുന്നതാ. ഇതില്ലെങ്കിൽ എന്തു പണിക്ക് വിളിച്ചാലും പോകും. എങ്ങനെയും അവൻ്റെ അമ്മയ്ക്ക് ആഹാരം കൊടുക്കണം, അത്രയേ ഉള്ളൂ അവൻ്റെ ആഗ്രഹം. ഇവർക്ക് വേറെ ബന്ധുക്കളാരും ഇല്ലേ? ഇതുവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. ടീച്ചർ എന്താ ഇവിടെ എന്ന ചോദ്യം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിയർത്ത് കുളിച്ച് മുഷിഞ്ഞ വേഷവുമായി അർപ്പിത്. തളർന്ന ചിരിയും. അത് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ കരഞ്ഞുപോയി. നിധിൻ്റെയും കണ്ണ് നിറഞ്ഞിരുന്നു. അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നാളെ ക്ലാസ്സിൽ വരണം. അവൻ തലയാട്ടി. കേവലം 16 വയസ്സുകാരൻ. അവനേക്കാൾ ഭാരമുള്ള തടിയെടുക്കുന്നിടത്ത് ലോറിയിൽ കയറ്റാൻ സഹായിക്കുന്നു. തിരിച്ചു നടക്കുമ്പോൾ മനസ്സ് വിങ്ങുകയായിരുന്നു ആ കുഞ്ഞിനെക്കുറിച്ചോർത്ത്. തിങ്കളാഴ്ച സ്കൂൾ തുറന്നപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ ധൃതിയായിരുന്നു. ഓഫീസിലെല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാവരോടുമായി അർപ്പിതിൻ്റെ കഥ പറഞ്ഞു. കേട്ടതും മെറീന ടീച്ചർ പറഞ്ഞു, ഇതിലെന്താ ഇത്ര അതിശയം? ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട്. കേട്ടതും എനിക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു. ടീച്ചർ ഒന്ന് പറഞ്ഞേ, ടീച്ചർ പഠിപ്പിച്ച എത്ര പേർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന്. കുറച്ചുകൂടി മനസാക്ഷി കാണിക്ക് ടീച്ചറെ. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. പിന്നെ ടീച്ചർക്ക് വലിയ വേദന കാണും ഇക്കാര്യത്തിൽ. ഞങ്ങൾക്കൊക്കെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ തന്നെ നേരം തികയുന്നില്ല. ഒരു പണിയുമില്ലാത്തവർക്ക് ഇങ്ങനെ അന്യൻ്റെ കാര്യം അന്വേഷിച്ച് നടക്കാം. എനിക്കതിന് നേരമില്ല. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. കാരണം അവർ പറഞ്ഞത് പോലെ എനിക്ക് ആരുമില്ല.
ക്ലാസ് തുടങ്ങി അർപ്പിത് വന്നു. ഞാൻ അവനോട് ഇൻ്റർവെൽ സമയത്ത് പറഞ്ഞു, മോൻ കുറച്ചുകൂടി പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. അടുത്ത ഭാഗവുമായി